നമസ്കാരം. ഓട്ടമത്സരത്തിൽ ഓടി ഏറ്റവും മുമ്പിലെത്തുന്ന ആളാണ് വിജയിക്കുന്നത്. അവനാണ് മിടുക്കനെന്നാണ് പൊതുവേ നമ്മൾ പറയുന്നത്. അതേ ഓട്ടമത്സരത്തിൽ നിരവധി പേര് ഓടിയിട്ട് ഒരാൾ ഏറ്റവും പുറകിലാകും. ആ ആളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അവൻ പരാജിതനാകും. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതേ ഓട്ടമത്സരത്തിൽ ഈ വിജയ് ഓടിയ അതേ ദൂരം ഓടിയിട്ടാണ് അയാളും തോറ്റത്. ഈ കുറേ പേര് തോറ്റതുകൊണ്ടാണ് ഒരാൾ വിജയിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് മിടുക്കര് എന്നാണ് പൊതുവെ ഒരു വെപ്പ്. ഒന്നീ പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ മറ്റ് കഴിവുകളുള്ള ആൾക്കാർ മാത്രമാണ് മിടുക്കരെന്ന് സമൂഹം മുഴുവൻ പറയാറുണ്ട്. എനിക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും മറ്റാരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാണിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചിട്ട് നമ്മളവരെ വേദനിപ്പിക്കാറുണ്ട്. അവരുടെ മനസ്സ് വേദനിച്ചാലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മളാണല്ലോ മിടുക്കര്, നമ്മളാണല്ലോ സിനിമ ചെയ്യുന്നത്, അഭിനയിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത്, എഴുതുന്നത്. അപ്പം നമ്മളല്ലേ എല്ലാത്തിനും മുന്നിൽ എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു സ്ഥലത്ത് ഒരു സാംസ്കാരിക സമ്മേളനത്തിന് സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, സദസ്സ് വലുതാണ്, കയ്യിൽ മൈക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. അത് കേൾക്കാൻ ആൾക്കാരുണ്ട്, തിരിച്ചൊന്നും പറയില്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തോട് നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ആ ഒരു സദസ്സിലെ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പലരും പറഞ്ഞു നന്നായിരുന്നു സംസാരം. അപ്പോൾ നമുക്ക് അഭിമാനത്തോട് തിരക്കുള്ള ജീവിതമല്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാളെ ശ്രദ്ധിച്ചിരുന്നു. ആ വേദിയിലെ സദസ്സിലെ ഒരു മൂലയിൽ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ എന്നിട്ട് ഒരാൾ നിൽപ്പുണ്ട്. കണ്ടാൽ അത്ര കാഴ്ചക്കൊന്നും അത്ര ഭംഗിയില്ലാത്ത ഒരാൾ. അപ്പം അയാൾ മദ്യപിച്ചുകൊണ്ടെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അയാളുടെ ചേഷ്ടയിൽ നമുക്ക് മനസ്സിലാവും. കൈപൊക്കി കാണിക്കുന്നു, ഒച്ച വെക്കുന്നു. അപ്പോൾ സദസ്സ് പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അയാൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ പ്രസംഗം നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ താങ്ക് യു സാറേ, എനിക്കൊരു സംശയമുണ്ട്, സാറൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് സംശയം, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അപ്പം കമ്മിറ്റിക്കാർ പറഞ്ഞു, സാറ് മൈൻഡ് ചെയ്യേണ്ട, അയാൾ വെള്ളമാണ്. പുള്ളി പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റട്ടെ, എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് മാത്രം പോയാൽ മതി. കാരണം നിങ്ങൾ മൈക്കിൽ കൂടെ പറയുന്നത് ഞങ്ങളൊക്കെ കേൾക്കണമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ കമ്മിറ്റിക്കാരെ തടഞ്ഞു. അയാൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, സാറ് സ്റ്റേജ് വെച്ച് തത്വമസി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്താണ് ഈ തത്വമസി? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ മുഷിഞ്ഞ വേഷധാരി എന്താ പറയുന്നത്, നമ്മൾക്ക് ഇഗ്നോർ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളത് വകവയ്ക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അല്ല എന്നാലും സാറ് പറയാം, എന്താണ് തത്വമസി? അപ്പം സ്വാഭാവികമായിട്ടും കമ്മിറ്റിക്കാരെ തടയാൻ ശ്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, തത്വമസി എന്താ, അത് നീയാകുന്നു, നിന്നിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്, പരമാത്മാവുണ്ട്, അത് ഈശ്വരനും നീയും ഒന്നാകുന്നു എന്നാണ് അതിൻ്റെ കാര്യം. അതൊക്കെ കാര്യമൊക്കെ സാർ എന്ന് വിശദീകരിച്ച് പറ സാറേ. അപ്പം ഞാൻ എന്ത് വിശദീകരിക്കാൻ, ഛന്ദോപനിഷത്തിലാണല്ലോ ആ സംഭവം ഉള്ളത്. ഛന്ദോപനിഷത്തിൽ ഉദ്ദാലകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനോട് ഉള്ള സംസാരമാണ് ഈ തത്വമസിയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. മകനോട് പറഞ്ഞു, തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു എന്ന് പറയുന്നു. അപ്പം മകന് സംശയം വരുന്നു, എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പരമാത്മാവ് ഈശ്വരൻ കുടികൊള്ളുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഉദ്ദാലകൻ പറഞ്ഞു, മകനെ ശ്വേതകേതു, നീ പോയിട്ട് കുറച്ച് അഗ്നി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്വേതകേതു പോയിട്ട് ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ ഉദ്ദാലകൻ പിതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അഗ്നി കൊണ്ടുവരാനാണ്, നീ പോയി അഗ്നി കൊണ്ടുവരൂ. അപ്പോൾ മകൻ പോയിട്ട് ഒരു തിരി കത്തിച്ച് കൊണ്ടുവന്നു, ദീപം കൊണ്ടുവന്നു. അപ്പം ഉദ്ദാലകൻ പറഞ്ഞു, അത് നീ പോയി, നിന്നോട് ഞാൻ പറഞ്ഞത് അഗ്നി മാത്രം എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അപ്പം മകനെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പുള്ളി പോയൊരു കത്തിക്കൊണ്ടിരുന്ന ഒരു അടുപ്പിൽ നിന്ന് ഒരു കനൽക്കട്ട എടുത്തുകൊണ്ട് അച്ഛനെ കൊണ്ട് കാണിച്ചിരുന്നു, ഇതാണ് അഗ്നി, ഇതല്ലാതെ എങ്ങനെയാണ് അച്ഛാ അഗ്നി കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൻ്റെ ചോദ്യത്തിലുള്ള മറുപടി ഇത് തന്നെയാണ്. ഒരു അഗ്നിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു ഉപാധി വേണം. ആ വിളക്കും തിരിയും കനൽക്കട്ടയൊക്കെ വേണം. അതുപോലെ പരമാത്മാവിനെ നിലനിൽക്കണമെങ്കിൽ ഒരു ഉപാധി വേണം. അതാണ് നിൻ്റെ ശരീരം. നിൻ്റെ ശരീരത്തിലും ഈ സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്ന അതേ ചൈതന്യമാണെന്ന് പറഞ്ഞു. അതാണ് മറുപടി. അപ്പം ഈ മദ്യപാനി പറഞ്ഞു, അത് കൊള്ളാം സാറേ, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു തത്വമസി എന്തുകൊണ്ടാണ് ശബരിമല മാത്രം എഴുതി വെച്ചിരിക്കുന്നത്? ഗുരുവായൂർ എഴുതി വെച്ചുകൂടെ, അല്ലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുതി വെച്ചുകൂടെ, ആറ്റുകാൽ എഴുതി വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. ആ ചോദ്യം സ്വാഭാവികമായിട്ടും എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. കാരണം അതെനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മളെല്ലാം വലിയ ജ്ഞാനികളാണെന്ന് പറയുന്നെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടുന്ന ചെറിയ ജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംസാരിക്കുന്നതും പിടിച്ചു നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ മിണ്ടിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാം സാറേ. സാറ് എന്ത് കണ്ടിട്ടുണ്ടോ, ശബരിമലയിലെ ആചാരം കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ 41 ദിവസം വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കി മനസ്സും ശരീരവും ശുദ്ധമാക്കി കഠിനമായ വസ്ത്രങ്ങളൊക്കെ കറുപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് ചെരുപ്പിടാതെ നടന്നിട്ട് നമ്മൾ കെട്ടുമുറുക്കുന്ന ഒരു ദിവസം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കെട്ടുമുറുക്കുമ്പോൾ നമ്മളെ കെട്ടിനകത്ത് നമ്മൾ വളരെ പവിത്രമായിട്ട് വെക്കുന്ന ഒരു കാര്യം തേങ്ങയാണ്, നെയ്ത്തേങ്ങയാണ്. ഇപ്പോൾ സാറിന് പോകാൻ പറ്റിയില്ലെങ്കിൽ സാറിൻ്റെ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തയക്കും. അപ്പോൾ നെയ്ത്തേങ്ങ വളരെ പ്രധാനമാണ്. അപ്പോൾ നെയ്ത്തേങ്ങയിൽ എന്താണ്, തേങ്ങ കിഴിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് അടച്ച് മനസ്സുകൊണ്ട് നമ്മൾ ജപിച്ചിട്ട് ഈ നെയ്ത്തേങ്ങ ഇരുമുടി കെട്ടിനകത്ത് ആക്കിയിട്ടാണ് ആ മലകൾ മുഴുവൻ ചവിട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ഷീണിച്ച് അവശനായിട്ട് നമ്മൾ ശബരിമല ചെല്ലുന്നത്. ശബരിമല ചെന്നിട്ട് എന്താണ്, ആ വിഗ്രഹത്തെ തൊഴുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രദക്ഷിണം വെച്ചിട്ട് വന്നിട്ട് ആ നെയ്ത്തോണിയിൽ ചെന്ന് ഈ തേങ്ങ ഉടച്ച്
നെയ്യ് അതിൽ ഒഴിച്ചിട്ട് തേങ്ങ എന്ത് ചെയ്യും, അത് അഗ്നിയിലേക്ക് വലിച്ചെറിയും. അതല്ലേ സാറേ അവിടുത്തെ ആചാരം? ഞാൻ പറഞ്ഞത് അതിനെന്താ ഇതുമായിട്ട് എന്ത് ബന്ധം? അത് തന്നെയാണ് സാറേ. ഈ നെയ്ത്തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഇപ്പോൾ സാറിന് ശബരിമല പോകാൻ പറ്റിയില്ല, മറ്റൊരാളെ കൊടുത്തയക്കുന്നത് തേങ്ങയാണ്, അതായത് സാറിൻ്റെ ശരീരമാണ്. പിന്നെ സാർ ആ തേങ്ങയ്ക്കകത്ത് ഒഴിക്കുന്ന എന്താണ്? നെയ്യ്. അത് സാറിൻ്റെ മനസ്സാണ്. ഇത് രണ്ടും തേങ്ങ ഒഴിച്ച് നെയ്യ് ആ ഒരു തോണിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന എന്താ സാറേ? ഒന്നുമില്ല സാറേ. അത് തന്നെയാണ് സാർ. എല്ലാം മനസ്സും ശരീരവും മോഹമിച്ച് കഴിഞ്ഞ് ഒന്നുമില്ലാതാണ് ആ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്നിട്ട് അതും സാറും ഒന്നാണെന്ന് അപ്പോഴേ ചിന്തിക്കാൻ പറ്റൂ. അതാണ് സാർ തത്വമസി. അത് മാത്രമാണ് ശബരിമലയിലെ ആചാരം. സാറിനറിയുമോ? സത്യത്തിൽ ഞാനത് കേട്ടപ്പോഴേ ഞാൻ വല്ലാതെ അങ്ങ് ഷോക്ക്ഡായിപ്പോയി. കാരണം എൻ്റെ ജ്ഞാനം വലുതാണെന്ന് വിചാരിച്ച് ഇതുവരെ ഇരുന്നപ്പോൾ എന്നെ തിരുത്താൻ ഒരു സാധാരണ മനുഷ്യർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിസ്സാരരായി തള്ളിക്കളയുന്ന ഒരുപാട് പേർക്ക് നമ്മളെ കാട്ടി ജ്ഞാനമുണ്ട്. പക്ഷേ അവർക്ക് കുറച്ച് നടന്നു കയറാൻ എന്തോ ഒരു കാര്യം അത് അവരിൽ ഇല്ലാത്തതുകൊണ്ട്, അതിനർത്ഥം അവരൊരിക്കലും മോശക്കാരല്ല. ഈ ഒരു ചിന്ത എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നമ്മൾ ഓരോരുത്തരും കരുതേണ്ടത്, നമ്മൾ നിസ്സാരമായി കരുതുന്ന എല്ലാവർക്കും നമ്മളെക്കാട്ടി കൂടുതൽ അറിവും ജ്ഞാനവും വിവരവും ഒക്കെയുണ്ട്. ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നീട് ഞാൻ ഒരാളോടും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ആരെയും കേൾക്കാതിരിക്കാനോ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും വലിയവരാണെന്ന് കരുതി തന്നെ ഞാൻ അവർക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് സമയം കൊടുത്ത് ചെവി കൊടുക്കാറുണ്ട്, കേൾക്കാറുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ.